ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മിക്കവാറും യവൻ എന്നെ പാമ്പിനെ തല്ലുന്നത് പോലെ തല്ലും. മോളെ എന്താ മോളെ, എന്തു പറ്റി? രാധമ്മേ പറ. എന്റെ ദൈവമേ, ഈ ചെറുക്ക് പിന്നെ കുഞ്ഞിനെ കരയിപ്പിക്കാണല്ലോ. ഇവന് ഞാനിന്ന് എടാ രാജു, എന്താണ് ഈ പ്രശ്നം? എന്താ പ്രശ്നം ഒന്ന് വേണുമായിട്ട് കണ്ടില്ലേ? എനിക്ക് കുഞ്ഞിനെ കരച്ചു കാണാൻ പറ്റില്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായേ? അങ്ങളെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കൂ. എന്താ മോളെ ഇത് മോളുടെ വീട് തന്നെയല്ലേ? മോളെ എന്താ കാര്യമെന്ന് ഞങ്ങളോട് തുറന്ന് പറയേ. പറ മോളെ. എടാ രാജു, എനിക്ക് പോണം. അങ്ങൾ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? എന്തൊരു കഷ്ടകാലം ഇത്. എന്താണ് ഈ കാണിക്കുന്നേ? ഇത്ര പ്രാവശ്യം ഞാനും വേണു എന്റെ മാറി മാറി നിന്നോട് പറഞ്ഞതാ ഈ കുഞ്ഞിനെ കരയിപ്പിക്കരുതെന്ന്. ഹലോ അമ്മേ, ഞാൻ നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേടാ? എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. വേണമെങ്കിൽ എന്നെ കൊണ്ടാക്കാൻ പറ്റുമോ? ഞാൻ കൊണ്ടുവിടാം മേഡം. എനിക്ക് താല്പര്യമില്ല. ഞാൻ അന്യാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വേണ്ട, വേണമെങ്കിലും വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഞാൻ കൊണ്ടുവിടാം. ഞാൻ നിരപരാധിയാ. മിണ്ടരുത് എന്നോട്. നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുൻപ് എനിക്കിവിടുന്ന് രക്ഷപ്പെടണം. മേഡം, അങ്ങൾ കാറെടുക്ക്. മോളെ, നിങ്ങളൊക്കെ നല്ലവരും പാവങ്ങളുമാ. പക്ഷെ മഹാപാപികൾ വേറെയുണ്ട്. മോളെ, മാറാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? അമ്മേ, ഞാൻ പുറത്തിറങ്ങാനും പറ്റുന്നില്ലല്ലോ. മുറിവാതിക്കലാ മാരണങ്ങളും ഉണ്ട്. എന്ത് ചെയ്യട്ടെ ദൈവമേ. ഒരവിഞ്ഞ മണവും ഒരു പൊരിഞ്ഞ ചൂടും. ശരീരം മുഴുവനും വിയർക്കുക. അയ്യോ എന്റെ ദൈവമേ, പഴുതാര കുത്താതിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ ഇറങ്ങിയ എന്തായാലും സംശയം തോന്നും. അങ്ങനെ തന്നെ കിടക്കാം.
ആ കത്ത് എങ്ങനെ ഇങ്ങനെ മാറിപ്പോയത്? ആരെങ്കിലും എന്തെങ്കിലും തിരുമറി നടത്തിയോ? ദൈവമേ, എന്റെ കച്ചവടം എന്ന് തീരുമെന്നാ തോന്നുന്നത്. മിക്കവാറും യവൻ എന്നെ പാമ്പിനെ തല്ലുന്നത് പോലെ തല്ലും. അയ്യോ. എടാ രാജു, ദാ, ഒരു കാര്യം തുറന്നു പറയേ, എന്താ ഇവിടെ ഉണ്ടായത്? അമ്മേ, അത് ഞാൻ എന്നോടൊന്നും ഒളിക്കാൻ നോക്കണ്ട. നീ എല്ലാം എന്നോട് തുറന്നു പറയണം. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരമ്മയാ ഞാൻ. എനിക്കത് കേട്ടേ പറ്റൂ. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരന്ന് മക്കള് പുഴുങ്ങി തരും ഒലക്ക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ. നീ മകന്റെ അമ്മയായിട്ട് ജീവിക്കരുത്. പറയ, എന്താ ഉണ്ടായത്? പറയുമ്പോ എല്ലാം പറയേണ്ടി വരും. പറയണം, എനിക്കറിയണ എല്ലാം. ഞാൻ ആരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയ മാഡത്തെ ഞാൻ കല്യാണം കഴിച്ചെന്നുള്ള ധാരണയാ മാഡത്തിനുണ്ടായിരുന്നത്. ആ, അതിന് വല്ല വാസ്തവമുണ്ടോ? അമ്മേ, മാഡത്തെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ അത് പ്രേമാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മയോട് ഞാനത് എങ്ങനെ പറയാ? പക്ഷെ മാഡത്തോട് എനിക്കിപ്പോ പ്രേമം തന്നെയാ. അത് തുറന്നു പറയാൻ വേണ്ടി ഞാനൊരു കത്ത് എഴുതി. ആ കത്ത് കുറെ കഴിഞ്ഞ് ഞാൻ വായിക്കാൻ വേണ്ടി മാഡത്തിന് കൊടുത്തു. നിങ്ങൾ ഇത്ര ദുഷ്ടനായിരുന്നു രാജു. പക്ഷെ ഞാൻ എഴുതിയ കത്തല്ല മാഡം വായിച്ചത്. ദാ, വായിച്ച കത്ത് ദേ ഇതാ.